മെനഞ്ഞാന്ന്, അതായത് ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ 2 നഷ്ടങ്ങളുടെ ദിവസമായിരുന്നു. എൻ്റെ 2 സുഹൃത്തുക്കൾ ഈ ലോകത്തോട് വിട പറയാനിടയായ ദിവസമാണ്. വളരെ സങ്കടമുണ്ട് അതിനകത്ത്. 2 സുഹൃത്തുക്കളെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒരാൾ ഗുരുതുല്യനാണ്, മറ്റേയാൾ എൻ്റെ ഒരു അനുജനെ പോലുള്ള ഒരാളാണ്. വളരെ ഇളയ അനുജൻ എന്നേ പറയാൻ ഒക്കുള്ളൂ. അതായത് നമ്മുടെ സാനുമാഷും അതേപോലെ തന്നെ കലാഭവൻ നവാസും. സാനുമാഷിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഞാനും സാനുമാഷുമായിട്ട് ഒരുപാട് വേദികൾ ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്, വളരെ നല്ല അത്ര വിവരമായിട്ട് സംസാരിക്കും, നല്ല ഒരു വലിയ പണ്ഡിതനാണ്, ഒരു പണ്ഡിത ശ്രേഷ്ഠൻ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം. വർഷങ്ങൾ പ്രൊഫസറായിട്ടിരുന്നതാണ്. അധ്യാപന വൃത്തിയിൽ ഒരുപാട് വർഷങ്ങളിരുന്നു. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം ഏതായിട്ടും ഇത് ഒരു MLA ആയിട്ട് മുൻ MLA ആയിരുന്നു. ആ രീതിയിലൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല കേട്ടോ, ആ രീതിയിലാണ്. അത് വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം ആരെ ആകർഷിക്കും. അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം എന്ന് പറയുന്നത് അത്രത്തോളം എക്സംപ്ലറിയാണ്. ആ പെരുമാറ്റം, അത്രയും വിനയം ഒന്നും ആർക്കും കാണാൻ കിട്ടത്തില്ല നമുക്ക്. കാരണം ഇത് ആളുകൾ ഉയരം കൂടുന്തോറും അവർക്ക്, അതായത് തലക്കനം വർദ്ധിക്കും എന്ന് പറയുന്നത് പോലെ, ഇത് അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. അദ്ദേഹം എല്ലാവരും അംഗീകരിക്കപ്പെടുക, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും ഉണ്ടല്ലോ, തലക്കനമെന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിനില്ല. വളരെ വിനയമുള്ള പെരുമാറ്റമാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ് ഉണ്ടേ. പക്ഷേ എന്നോടൊക്കെ കാണിച്ചേക്കുന്ന ബഹുമാനമുണ്ടല്ലോ അദ്ദേഹം, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല. ഞാനും അദ്ദേഹവും അതുപോലെ നമ്മുടെ ജസ്റ്റിസ് ശംസുദ്ദീൻ സാറും, ഞങ്ങൾ ഒരുപാട് വേദികൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഗാന്ധിയൻ എന്ന് പറയാം. അതുമാത്രമല്ല, ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ എങ്ങനെ കറക്റ്റായിട്ട് മുമ്പോട്ട് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആ രീതിയിലുള്ള ഒരു ആയിരുന്നു കേട്ടോ. അത്രയും വലിയ ഒരു മനുഷ്യസ്നേഹി. അദ്ദേഹത്തിൻ്റെ മരണം വലിയൊരു വിടവാണ് നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്ത് അദ്ദേഹം ഇല്ലാത്ത പ്രോഗ്രാം, ഞാൻ പറഞ്ഞില്ലേ, ഒരു സാംസ്കാരിക പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏതിലൊക്കെ പോയിട്ടുണ്ടോ മിക്കതിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ വല്ല പ്രതിഷേധ യോഗങ്ങളിൽ പോലും ഞങ്ങൾ ആ ജിഷ വധക്കേസൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശരിയായ അന്വേഷണം നടക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിനു വേണ്ടി ഉള്ള ആ പ്രതിഷേധ യോഗത്തിൽ പോലും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം അതുപോലെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാമിൽ ഏതായാലും അതൊരു വലിയ ഒരു നഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു സുഹൃത്ത്, അദ്ദേഹം ഗുരുതുല്യനാണ്. അത്രയും ഉണ്ടെങ്കിലും എൻ്റെ പ്രായം കൂടിയ ആളാണെങ്കിലും എൻ്റെ സുഹൃത്ത് തന്നെ ആയിരുന്നു. ഇന്നും ആ സൗഹൃദ ബന്ധം വളരെ വലിയ ബന്ധമായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ അതുപോലാണ് കലാഭവൻ നവാസ്. എന്ന് പറയുന്നത് ഒരു വലിയ കലാകാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവിനൊത്ത് അദ്ദേഹത്തിന് ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല കേട്ടോ. ഇല്ലെന്ന് പറയാക്കത്തില്ല, ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, എന്നാലും അങ്ങനെ പോരാ. അദ്ദേഹത്തിൻ്റെ കഴിവിന് ഉള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, നമുക്ക് അറിയാം. ഇപ്പോൾ പണ്ട് മരിച്ചുപോയ സൈനുദ്ദീൻ, അതുപോലെ കൊച്ചിൻ ഹനീഫ. ഈ കൊച്ചിൻ ഹനീഫയ്ക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ ആളിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ കലാകാരനാണ്. പക്ഷെ അതൊക്കെ തിരിച്ചറിഞ്ഞു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മരണപ്പെട്ടു. അതുപോലെ സൈനുദ്ദീൻ അകാലത്തിൽ പൊരിഞ്ഞു പോയതാണ്. ആ സൈനുദ്ദീനൊക്കെ എന്ത് നല്ല നടനാണെന്നറിയാവോ. അദ്ദേഹത്തിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനൊന്നും നമ്മുടെ സിനിമയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അതുപോലുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതേപോലുള്ളൊരു പ്രതിഭയായിരുന്നു ഈ നമ്മുടെ നവാസിന് നോക്കാം. നവാസും ഞാനുമായിട്ട് ഒത്തിരി പ്രോഗ്രാമിന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും കലാപരിപാടി അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ നവാസ് അതിൽ സംസാരിക്കാനോ ഒക്കെ ആയിരിക്കും വരുന്നത്. ഞങ്ങൾ ജയിലുകളിൽ ഉള്ള പ്രോഗ്രാമിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. അതുപോലെ വേറെ കോളേജിൽ, സ്കൂളുകളിൽ ഒക്കെ ഉള്ള ആനിവേഴ്സറി, ആ പ്രോഗ്രാമിലെല്ലാം ഈ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്.
അപ്പോഴൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ്. അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ സാനുമാഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥത്തിൽ നല്ല വിനയമുള്ള പെരുമാറ്റമാണ് ഇത്. അദ്ദേഹത്തിന് വലിയൊരു കഴിവുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവരും അതൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് നല്ലൊരു പാട്ടുകാരനാണ്. നന്നായിട്ട് പാടും. നല്ല ശബ്ദം, നല്ല സ്ഫുടതയുടെ ശബ്ദം, നന്നായിട്ട് ക്ലീനായിട്ട് പാടും. ആ പാട്ട് അതും പുരുഷ ശബ്ദത്തിലും അതുപോലെ സ്ത്രീ ശബ്ദത്തിലും. ജാനകിയുടെ ശബ്ദം അതുപോലാണ്. യേശുദാസും ജാനകിയും കൂടെ പാടുന്ന പാട്ടുകൾ കലാഭവൻ നവാസ് ഒരു ബദ്ധപ്പാടുമില്ലാതെ അത് കറക്റ്റായിട്ട് അങ്ങ് പാടും. ആ ശബ്ദത്തിൽ നന്നായിട്ട്. ആ രീതി ഞാൻ അത് കേട്ടിട്ടുണ്ട്. ഈ നവാസിൻ്റെ പ്രോഗ്രാം ഞാൻ സാധാരണ ഉദ്ഘാടനം കഴിഞ്ഞ് ഈ പോരാറുള്ള പതിവെങ്കിലും ഈ നവാസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. കാരണം എനിക്കിത് കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ അത്ര വലിയൊരു കലാകാരനാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നവാസിന് കിട്ടേണ്ട അംഗീകാരങ്ങളൊന്നും കിട്ടിയില്ല. സിനിമയൊക്കെ ഒരു കാലത്ത് വളരെ കുറവായിരുന്നു നവാസിന്. അതൊക്കെ എനിക്ക് തോന്നിയുണ്ടെന്ന് അറിയോ. അദ്ദേഹത്തിന് മാനസികമായിട്ട് അദ്ദേഹത്തിന് ഈ സ്ട്രെസ്സ് ഒരുപാടുണ്ടായി കാണും. കാര്യം ഒരു വലിയ കലാകാരനാണ്, വലുതായിട്ട് ഉദ്ദേശിച്ച പോലെ എങ്ങും എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ മനുഷ്യന് വളരെ വലിയ ടെൻഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. അവസാനം അദ്ദേഹം ഒരു സിനിമ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഏതാണ്ട് ഇനി ഒരു ദിവസത്തെ എങ്ങാണ്ട് ഷൂട്ടിങ്ങേ ഉണ്ടായിരുന്നുള്ളതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ആ പിറ്റേന്ന് ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ടാണ് എന്നാൽ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാം, കാരണം നെഞ്ചുവേദന തലേന്നുണ്ടായി. ബന്ധുക്കളൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫാദറിലൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ആശുപത്രി പോകാൻ പറഞ്ഞിട്ട് പോയില്ല. പോവാതെ ഇനി ഇത് കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞ് പോയി കിടന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് അടുത്ത നിമിഷം അദ്ദേഹം യഥാർത്ഥത്തിൽ അറം പറ്റുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട് കേട്ടോ. അത് ഞാൻ കേൾക്കാനിടയായി. അതായത് പറഞ്ഞ അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല, അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ശരിയാണ്, അടുത്ത നിമിഷം ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ മരണത്തിലേക്ക് ഇത് പറഞ്ഞുകൊണ്ട് പോയ, അതായത് സംസാരിച്ചുകൊണ്ട് തന്നെ മരണത്തിലേക്ക് പോയ 2 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പിന്നെ ശ്രീ എം എൻ വിജയൻ. അതേപോലെ തന്നെ സംസാരിച്ചുകൊണ്ട് നിന്നു മറിഞ്ഞു വീണു മരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മഹാനായ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, അദ്ദേഹം ഇതുപോലെയാണ്. കുട്ടികളുമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നിന്നാണ്. അദ്ദേഹം ആ പ്രസംഗത്തോടു കൂടി തന്നെ അങ്ങ് പോയി എന്നുള്ളതാണ്. അതൊക്കെ വലിയ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ വലിയ ഭാഗ്യം ചെയ്തവരായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. കാരണം ഇതൊന്നും കിടന്ന് കഷ്ടപ്പെടുന്നൊന്നുമില്ലല്ലോ, അവരങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയി. മരണം നല്ല രീതിയിലുള്ള മരണവും വന്നു. പക്ഷെ നവാസിൻ്റെത് ഒറ്റയ്ക്കാണ്. അപ്പം ഈ പ്രായമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നവാസിന് എന്നാ പ്രായമില്ല, അയാൾക്ക് 51 വയസ്സേ ഉള്ളൂ. ചെറുപ്പമല്ലേ യഥാർത്ഥത്തിൽ. 2 ആമക്കളും ഒരു മകളും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വൈഫിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്ത്രീ, ഒരു യഥാർത്ഥത്തിൽ ഒരു നടിയായിരുന്നു അത്. അപ്പോൾ നവാസ് കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. നല്ല പെൺകുട്ടി. അപ്പോൾ ഇത് കഷ്ടമായിപ്പോയി. അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു പ്രതിഭയാണ് നവാസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും ഈ ഓഗസ്റ്റ് 1 ഇങ്ങനെ 2 നഷ്ടങ്ങളുണ്ടാക്കി. ഇവരുടെ മുമ്പിൽ ഞാൻ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.